Hello my dear students, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മെയ് 2025 CSET എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് എങ്ങനെ നിങ്ങൾക്ക് സ്വമേധയാ ഈ പറഞ്ഞ CSET രജിസ്ട്രേഷൻ ചെയ്യുന്നതിനെ കുറിച്ചാണ്. കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ അഡീഷണൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഏപ്രിൽ 15 ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതിനേക്കാൾ മുമ്പേ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യണം, അവസാനം വരെ നിങ്ങൾ ഇരിക്കരുത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓർത്ത് വെക്കുക, ഇത് ഡിഗ്രി കഴിഞ്ഞവർക്ക് വിത്ത് 50% പാസ്സായവർക്കോ അല്ലെങ്കിൽ PG കഴിഞ്ഞവർക്കോ പ്രൊഫഷണൽ കോഴ്സിൻ്റെ ഫൈനൽ കഴിഞ്ഞവർക്കൊക്കെ ഡയറക്റ്റായിട്ട് എൻട്രി ചെയ്യാം. ഇത് മെയിനായിട്ട് +2 കഴിഞ്ഞവർക്ക് വേണ്ടിയൊരു സംഭവമാണ്. ഫൗണ്ടേഷൻ എക്സാമിനേഷൻ നമ്മൾ പറയും, അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി എക്സിക്യൂട്ടീവ് എൻട്രൻസ് എക്സാമിനേഷൻ നമ്മൾ പറയും. ഓൺലൈൻ രജിസ്ട്രേഷൻസ് ആണ്. നിങ്ങൾ മൊബൈലിലും രജിസ്ട്രേഷൻ ചെയ്യാം, ലാപ്പിലോ എവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. ആദ്യമേ വെബ്സൈറ്റിലേക്ക് പോവുക, ICSI.edu എന്ന് ICSI സെർച്ച് ചെയ്യുമ്പോഴേ വരും. .edu പോവുക. അവിടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്കൊരു ഓൺലൈൻ സർവീസസ് എന്നൊരു സംഭവമുണ്ട്. ഈ ഒരു ടാബ് നിങ്ങൾ സെലക്ട് ചെയ്യുക, ഓൺലൈൻ സർവീസസ്. അപ്പോൾ ഈ ടാബിൽ സെലക്ട് ചെയ്യുമ്പോൾ രജിസ്റ്റർ ഫോർ CSET എന്നൊരു ബട്ടൺ കാണാം, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ രജിസ്ട്രേഷൻ CSET രജിസ്ട്രേഷൻ അടിച്ചാലും ഡയറക്റ്റ് ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നേരെ നിങ്ങൾ പോയിട്ട് ഇവിടെ കുറച്ച് കാലം ശ്രദ്ധിക്കാനുണ്ട്. ഓർത്ത് വെക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ വേണം. ഫസ്റ്റ് വൺ, നിങ്ങളൊരു ഫോട്ടോ വേണം. അത് ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അത്യാവശ്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുക. അതിനുശേഷം സിഗ്നേച്ചർ നിങ്ങളൊരു വെള്ള പേപ്പറിൽ സൈൻ ചെയ്തിട്ട് നിങ്ങളൊരു ഫോട്ടോ എടുക്കുക, അത്യാവശ്യം കാണാൻ പറ്റുന്ന രീതിയിൽ. നെക്സ്റ്റ്, ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടി നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, നിങ്ങൾ +2 ഇപ്പോൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവുന്നേക്കാൾ മുമ്പേ നിങ്ങൾക്ക് ഈ പറഞ്ഞ മാർക്ക് ഷീറ്റ് കിട്ടുന്നേക്കാൾ മുമ്പേ നിങ്ങൾക്ക് CSET എക്സാമിനേഷൻ എഴുതാം. ഓക്കെ, പക്ഷെ 10th ക്ലാസ് കഴിഞ്ഞവർ എഴുതരുത്. കാരണം നമുക്ക് CSET കഴിഞ്ഞ് എക്സിക്യൂട്ടീവ് രജിസ്ട്രേഷൻ ചെയ്ത 6 മാസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഡോക്യുമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. +2 മാർക്ക് കാർഡ്. CSET എഴുതാൻ മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ആ CSETയുടെ വാലിഡിറ്റി 1 വർഷം മാത്രമേ ഉള്ളൂ. വൺസ് നിങ്ങൾ CSET ക്ലിയർ ചെയ്തു, അതായത് നിങ്ങളിപ്പോൾ മെയ്യിൽ നിങ്ങൾ ക്ലിയർ ചെയ്തു എന്ന് വെച്ചോ, മെയ് 2025 ക്ലിയർ ചെയ്താൽ മെയ് 2026 നിങ്ങൾ CS എക്സിക്യൂട്ടീവ് രജിസ്ട്രേഷൻ ചെയ്യണം. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് മാൻഡേറ്ററി ആണ്, ഓർത്ത് വെക്കുക. ഒരു പക്ഷേ നിങ്ങൾ പാസ് ആയതാണെങ്കിൽ +2 മാർക്ക് കാർഡ്, അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, ഇത് ഓപ്ഷനിലാണ്. ഇപ്പോൾ SC ST കാറ്റഗറിയിൽ വരുന്നവരൊക്കെ ആണെങ്കിൽ 50% വരെയും ഫീ റിഡക്ഷൻ കിട്ടും. അത് നമ്മൾ ആദ്യമേ അയക്കണം, പിന്നീട് നമുക്ക് റിഡക്ഷൻസ് കിട്ടും. കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങൾ കിട്ടിയിട്ടുണ്ടാകും. SC ST അത് ഏതാണോ കാറ്റഗറി അതിനനുസരിച്ച് എന്താണ് നിങ്ങൾ അയച്ചു കൊടുക്കണം. നെക്സ്റ്റ്, ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ID അല്ലെങ്കിൽ പാസ്പോർട്ടോ കാര്യങ്ങളോ റേഷൻ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ എന്തെങ്കിലും വേണം. ഇപ്പോൾ നോക്കുക, ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, 10th സർട്ടിഫിക്കറ്റ്, 12th സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ഇങ്ങനത്തെ 5 ഡോക്യുമെന്റ്സ് ആണ് മെയിൻ വേണ്ടത്. ബാക്കി 2 എന്താണ് സിറ്റുവേഷൻ ബേസ്ഡ് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഏതൊക്കെ ഫോർമാറ്റിലാണ് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫോട്ടോസും സിഗ്നേച്ചറും മാക്സ് ടു മാക്സ് നിങ്ങൾ ഇമേജ് രീതിയിൽ, അതായത് JPG JPEG PNG നിങ്ങൾ ചെയ്യാം. ബാക്കി ഈ പറഞ്ഞ ആധാർ കാർഡ് നിങ്ങൾക്ക് ഇമേജ് ആക്കാൻ പ്രശ്നമില്ല. ആധാർ കാർഡിനൊക്കെ മാക്സിമം സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 MB ആയിരിക്കണം. മാക്സിമം അലൗഡ് ഫയൽസ്, ഒരു ഫയലിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 2 MB ആണ്. ഫോട്ടോഗ്രാഫിനും സിഗ്നേച്ചറിനും മാത്രം ലിമിറ്റേഷൻസ് ഉണ്ട്. ഫോട്ടോ എന്ന് പറഞ്ഞത് 20 KB to 50 KB, അത് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 KB to 50 KB ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ, സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ 10 to 20 KB ആണ്. സാറേ എൻ്റെ ഐഫോണിൽ വെച്ച് ഞാൻ എടുക്കുമ്പോൾ ഭയങ്കര MB ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, കംപ്രസർ എന്ന് പറയുന്ന പല ആപ്പുകളുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു KB MB അടിച്ച് കഴിയുമ്പോൾ കുറച്ച് ക്വാളിറ്റി കുറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആ ഒരു പെർട്ടിക്കുലർ ഡോക്യുമെന്റ് നിങ്ങൾക്ക് കംപ്രസ് ചെയ്ത് നിങ്ങളുടെ സൈസിലേക്ക് കിട്ടും. ക്വിക്ക് റെഡ്യൂസർ, QR റെഡ്യൂസർ, അങ്ങനെ ഒരുപാട് ആപ്പുകളുണ്ട്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, അതായത് നിങ്ങൾക്ക് തന്നെ എന്താണ് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുശേഷം ഇത് ടിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, പ്രൊസീഡ് ടു CSET രജിസ്ട്രേഷന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പ്രശ്നമൊന്നും തന്നെ ഇല്ല. ഇവിടെയാണ് നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസ് എന്താണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കണം. ക്വാളിഫിക്കേഷൻ 10+12 പാസ്ഡ് ആയിരിക്കും. ബേസിക്, ആധാർ നമ്പർ കൊടുക്കുക, നിങ്ങളുടെ ടൈറ്റിൽ കൊടുക്കുക. ഇതൊക്കെ വളരെ കുറച്ചും കൂടെ സൂക്ഷ്മതയോടുകൂടി കൊടുക്കുക. അർജന്റ് ആക്കുമൊന്നും വേണ്ട. ഫസ്റ്റ് നെയിമും
മിഡിൽ നെയിം ഇല്ലെങ്കിലും പ്രശ്നമില്ല, ലാസ്റ്റ് നെയിം ഇത് വളരെ കൃത്യമായിട്ട് നോക്കുക കേട്ടോ. ഒരു പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേര് മാത്രമേ ഉള്ളെങ്കിൽ ഒന്നാമത്തെ പേരും ലാസ്റ്റ് പേരും, ഇപ്പോൾ ഇവിടെ മാറും ചിലപ്പോൾ, അത് റെഡ് മാർക്ക് വരും. അങ്ങനെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് പേര് തന്നെ ലാസ്റ്റ് പേര് തന്നെ കൊടുക്കുക. ഓക്കെ, ഇനീഷ്യലൊക്കെ ലാസ്റ്റ് പേര് കൊടുക്കുക. ജെൻഡർ സെലക്ട് ചെയ്യുക. കാറ്റഗറി ഏതാണ്, ഫീ വേവറിന് വേണ്ടി ഒരു സംഭവമാണ്, ഉണ്ടെങ്കിൽ മാത്രം സെലക്ട് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ മോഡിൽ. മൊബൈൽ നമ്പർ സെയിം റീ എൻറ്റർ ചെയ്യുക. ഇമെയിൽ അഡ്രസ്സ് റീ എൻറ്റർ ചെയ്യുക. എക്സാമിനേഷൻ സെൻറ്റർ നിങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചാലേ, കാരണം ഇപ്പോൾ ഓൺലൈൻ എക്സാമിനേഷൻ ആണ്, പക്ഷേ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ സെൻറ്റർ മാറിയാൽ പിന്നെ അത് പ്രശ്നമാകുന്നതുകൊണ്ട് നിങ്ങളുടെ നിയറസ്റ്റ് സെൻറ്റർ ഏതാണ് സെലക്ട് ചെയ്യുക. അഡ്രസ്സ് കൊടുക്കുക. പെർമനൻറ്റ് അഡ്രസ്സും നിങ്ങളുടെ മറ്റൊന്നും സെയിം ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ സെയിം അഡ്രസ്സ് വരും. നിങ്ങൾക്ക് കറസ്പോണ്ടൻസ് അഡ്രസ്സ്, കാരണം നമുക്ക് 2 ബുക്ക് വരാനുണ്ട്, അതുകൊണ്ട് കറസ്പോണ്ടൻസ് അഡ്രസ്സ് വേറെയാണ്, ഒറിജിനൽ അഡ്രസ്സ് വേറെയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഒറിജിനൽ അഡ്രസ്സും അതിൻ്റെ താഴെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഉണ്ടാവും ഓപ്ഷൻ, നിങ്ങൾക്ക് കറസ്പോണ്ടൻസ് അഡ്രസ്സ് നിങ്ങൾ എന്താണ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനാണ് ഇറ്റ്സ് മാൻഡറ്ററി. ഓക്കെ, അതിനുശേഷം എന്ത് കൊടുക്കുക, ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും, നെക്സ്റ്റ് അതിന് ബട്ടൺ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക എൻ്റർ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ എന്താണ് നിങ്ങൾക്കൊരു ഐ ഡി വരും. ഇവിടെയാണ് കുറേ സ്റ്റുഡൻസ് തെറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഐ ഡി നിങ്ങൾക്ക് വന്ന ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് എവിടെയെങ്കിലും എഴുതി വെക്കുകയോ അല്ലെങ്കിൽ അതിനെ കോപ്പി ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിരിക്കണം. കാരണം ഒരു പക്ഷേ നിങ്ങൾക്ക് ഇവിടെ വെച്ച് നിങ്ങളത് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ ഇത് വേണം നമുക്ക് ഫ്യൂച്ചറിൽ പോകാൻ. സാർ ഇവിടെ വെച്ച് ഞാൻ എന്താണ് ഒരു പക്ഷേ കട്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം സാർ, മുന്നോട്ട് പോവുക. ഒരു പക്ഷേ നെറ്റ്വർക്ക് എറർ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നേരെ നിങ്ങൾക്ക് ഇനി ഈ ഒരു പേജ് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് വന്നൊന്ന് ഉറപ്പ് വരുത്തണം. മെയിൽ ഐ ഡിയിലേക്ക് വരുന്ന നിങ്ങൾ എന്താണ് ഇവിടെ പറഞ്ഞ് കൃത്യമായിട്ട് അവർ പറയും നിങ്ങൾക്ക് മെയിലും SMS വരുമെന്ന്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തത് ഒരുപാട് സ്റ്റുഡൻസിന് പ്രശ്നമായിട്ടുണ്ട്. മെയിലൊക്കെ അയച്ച് പിന്നെ ഇച്ചിരി പ്രൊസീജിയറൽ ആസ്പെക്റ്റ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ പോയിട്ട് നിങ്ങൾ ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇനിയും ഇവിടെ ഔട്ട് അപ്പോൾ നെറ്റ്വർക്ക് നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നേരെ നിങ്ങൾ ഒന്നും കൂടെ ഗൂഗിൾ ചെയ്യുക CSET രജിസ്ട്രേഷൻ. അപ്പോൾ നിങ്ങൾ നേരെ എന്താണ് ആ പറഞ്ഞ ടിക്ക് മാർക്കില്ലേ, ടിക്ക് മാർക്ക് ഒന്നും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ മെയിലൊരു ടാബ് വരും, ന്യൂ രജിസ്ട്രേഷൻ ഓർ ഇൻകംപ്ലീറ്റ് രജിസ്ട്രേഷൻ. ആ ഇൻകംപ്ലീറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിത് എൻ്റർ ചെയ്തിട്ട് ക്യാപ്ച എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ഈ ഒരു പ്രോസസ്സിലേക്ക് വരും. അപ്പോൾ ഇവിടെ ഫീ 1000 അല്ല 2000 റുപ്പീസാണ്. പ്ലസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1000 റുപ്പീസിൻ്റെ ചാപ്റ്ററിലൊക്കെ ഇങ്ങനെ ക്ലാസ്സസ് ഉണ്ട്. ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ICSE സെൻറ്റേഴ്സിൽ ക്ലാസ്സസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ നിർബന്ധിക്കുന്നില്ല. 2000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 MCQ ബുക്ക് വരും. പിന്നെ ഇതിൻ്റെ ഒറിജിനൽ ക്ലാസ്സിൻ്റെ ബുക്ക് നിങ്ങൾക്ക് ഈ PDF ആയിട്ട് കിട്ടത്തുള്ളൂ, ബുക്കായിട്ട് വരില്ല, ഓർത്ത് വെക്കുക. ക്ലിയർ ആണോ? നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ചില മാൻഡേറ്റ് ഇവിടെയാണ് നമ്മുടെ ഫോട്ടോ സെലക്ട് ചെയ്യുക. ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഫയൽ നെയിമൊക്കെ വളരെ കൃത്യമായിട്ട് ഇടുക. അപ്ലോഡ് കൊടുക്കുമ്പോൾ ഒന്ന് പേജ് റിഫ്രഷ് ആകും. ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഫയൽ സെലക്ട് ചെയ്യുക. ഫയൽ സെലക്ട് ചെയ്തിട്ട് സെമിസ്റ്റർ, ഇപ്പോൾ ID പ്രൂഫിനൊന്നും സെമിസ്റ്ററിൻ്റെ ആവശ്യമില്ല, ലേറ്റസ്റ്റ് 2025 എന്ന് കൊടുത്താൽ മതി. അതിനുശേഷം ഫയൽ ചൂസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക. 5 ഡോക്യുമെൻറ്റ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. ചുമ്മാ അനാവശ്യമായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫയൽ സൈസ് നോക്കുക. അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഈ നെക്സ്റ്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് റിവ്യൂ ഉണ്ട്, നമ്മളുടെ ആപ്ലിക്കേഷൻ പ്രിവ്യൂ ചെയ്യാൻ പറയും. ഇവിടെ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് എല്ലാം ഒന്ന് നോക്കുക. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നോക്കുക. ആധാർ കാർഡ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഒക്കെ കൃത്യമായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് നോക്കുക. എല്ലാം നോക്കിയിട്ട് ചെയ്യുക. ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യുന്നുണ്ട്, അവർ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. ബട്ടൺ ആഫ്റ്റർ പ്രിവ്യൂ ചെയ്തതിന് ശേഷം കൺഫേം ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്താണ് പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്യുക. ഓബിയസ്ലി നിങ്ങൾ എന്താണ് ബിൽ ഡെസ്ക്, നിങ്ങൾ ചലാൻ എന്ന് പറയാൻ കൊടുക്കുന്നത് എന്തായിരിക്കും, ഓൺലൈൻ മോഡായിരിക്കും. ബിൽ ഡെസ്ക് സെലക്ട് ചെയ്യുക. ദിസ് വൺ ബിൽ ഡെസ്ക്. ഓക്കെ, ബിൽ ഡെസ്ക് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താണ് ഗൂഗിൾ പേയോ അല്ലെങ്കിൽ സ്കാനറോ നെറ്റ് ബാങ്കിങ്ങോ കാർഡോ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ട്രാൻസാക്ഷൻ ID വരും. ഇതൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. റിക്വസ്റ്റ് ID, ട്രാൻസാക്ഷൻ ID, എസ്പെഷ്യലി ട്രാൻസാക്ഷൻ ID. നാളെ നിങ്ങളുടെ കയ്യിൽ നിന്നും ഫണ്ട് ഡെബിറ്റ് ആവുകയും പക്ഷെ നിങ്ങൾക്ക് ആക്ച്വലി അത് ക്രെഡിറ്റ് ആയിട്ടില്ല എന്നൊരു കേസ് വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്യൂച്ചർ റെഫറൻസ് ഉണ്ടെങ്കിൽ അത് വേണം നമുക്കത്. ഇതൊന്നും നമുക്ക് മെയിൽ വരില്ല. അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക. ഓക്കെ, പ്രൊസീഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക. റിസിപ്റ്റ് വരും. ഓർത്ത് വെക്കുക, ഒരു അറ്റംപ്റ്റിനാണ് 2000 റുപ്പീസ്. നിങ്ങളിപ്പോൾ മെയ് അറ്റംപ്റ്റിന് 2000 റുപ്പീസ് കൊടുത്തിട്ട് നിങ്ങൾ ആ അറ്റംപ്റ്റ് എഴുതിയില്ലെങ്കിൽ നിങ്ങൾ ജൂലൈയിലേക്ക് ഒരു പ്രാവശ്യം കൂടി ഇതേപോലെ ചെയ്യേണ്ടി വരും. ഇതിന് വേറെ എക്സാമിനേഷൻ ഫീയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. ഈ ഒരു ഒറ്റ ഫീ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഇപ്പം ഞാൻ സബ്ജക്റ്റിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും തന്നെ പോയിട്ടില്ല. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്ത് തന്നെ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ രജിസ്ട്രേഷൻ്റെ എറേഴ്സോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ, കാരണം ഇനി നമുക്ക് ഒരെണ്ണം കൂടെ വരാനുണ്ട്, അഡ്മിറ്റ് കാർഡ് വരും. അപ്പോൾ അവിടെയും കുറച്ച് നമ്മൾ ക്രോസ് വെരിഫൈ ചെയ്യാനുണ്ട്.
അത് നമുക്ക് എന്താണ് എക്സാമിനേഷനേക്കാളും 1 or 2 weeks മുമ്പേ നമുക്ക് എന്താണ് അഡ്മിറ്റ് കാർഡ് വരും. ഇനി ഓൺലൈൻ നമ്മൾ എക്സാമിനേഷൻ എഴുതുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ആൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. മുന്നോട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യും. ലാസ്റ്റ് വീക്ക് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഇതിൻ്റെ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നിങ്ങളുടെ കൂടെ എല്ലാ സപ്പോർട്ടിനും ഞങ്ങളുടെ ടീം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരെ നല്ലപോലെ പഠിക്കുക.